ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ മാറ്റം മാസങ്ങളും വർഷങ്ങളും കഴിയും തോറും ആ മാറ്റം അവിശ്വസനീയമാണ്. 5-10 വർഷങ്ങൾക്ക് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മളുടെ ആ മാറ്റത്തിന്റെ ഫലം നാം തിരിച്ചറിയാൻ കഴിയുന്നത്. നമ്മുടെ ശീലങ്ങളുടെ ആകെത്തുകയാണ് നമ്മുടെ ജീവിത പരാജയങ്ങൾ. നമ്മുടെ സാമ്പത്തിക ശീലങ്ങളുടെ ആകെത്തുകയാണ് നമ്മുടെ മൂല്യം. നമ്മളുടെ ഭക്ഷണശീലങ്ങളുടെ ആകെത്തുകയാണ് നമ്മുടെ ശരീരം. നമ്മുടെ പഠനശീലങ്ങളുടെ ആകെത്തുകയാണ് നമ്മുടെ അറിവ്. നമ്മുടെ വൃത്തിശീലങ്ങളുടെ ആകെത്തുകയാണ് നമ്മൾ ഇരിക്കുന്ന നമ്മുടെ ഇടം. നമ്മൾ ആവർത്തിച്ച് എന്താണോ ചെയ്യുന്നത് അത് നമ്മൾക്ക് ലഭിക്കും. ദിവസേന ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ അവഗണിക്കാനും ഒരു പ്രധാന നിമിഷത്തെ വലുതായിട്ട് കാണുവാനുമാണ് നമുക്ക് പൊതുവെ താല്പര്യം. വലിയ വിജയങ്ങൾക്ക് വലിയ വലിയ പ്രവർത്തനങ്ങൾ വേണമെന്നാണ് നാം നമ്മെ തന്നെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ശരീരഭാരം കുറയ്ക്കാനായാലും ചാമ്പ്യൻഷിപ്പ് നേടാനായാലും യൂട്യൂബ് ചാനൽ തുടങ്ങുവാനോ മറ്റ് ഏത് കടമ്പ കടക്കാനായാലും എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ വേണ്ടിയാണ് നാം പലപ്പോഴും ശ്രദ്ധിക്കുക. അതേസമയം 1% ഉണ്ടാകുന്ന മാറ്റം ആരും പെട്ടെന്ന് ശ്രദ്ധിച്ചെന്ന് വരികയില്ല. അതിൽ ശ്രദ്ധിക്കാൻ പറ്റിയ വലിയ കാര്യമൊന്നും ഉണ്ടാകണമെന്നുമില്ല. എന്നാൽ ആ ചെറിയ മാറ്റമായിരിക്കാം ഒരുപക്ഷെ പിന്നീട് അർത്ഥവത്തായ ഒരു കാര്യമായി തീരുന്നത്. ഒരു ചെറിയ മാറ്റം കാലങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാറ്റം വളരെ അത്ഭുതകരമാണ്. ഓരോ ദിവസവും 1% വെച്ച് നമ്മൾ മികച്ചതാകാൻ ശ്രമിച്ചാൽ 1 വർഷം കൊണ്ട് 37 ഇരട്ടി വ്യത്യാസം നമ്മളിൽ ഉണ്ടാകും. അതേസമയം 1% വെച്ച് നാം ചീത്തയാകാൻ ശ്രമിച്ചാലും വർഷാവസാനം എത്തുമ്പോഴേക്കും നാം 0-ലേക്ക് എത്തിയിരിക്കും. അതായത് ചെറിയ ഒരു വിജയമാകട്ടെ പരാജയമാകട്ടെ കാലക്രമത്തിൽ അത് വലിയ ഒരു കാര്യമായി തന്നെ തീരുക തന്നെ ചെയ്യും. നമ്മുടെ ഓരോ ബുദ്ധിമുട്ടുകളും നമ്മളെ കൂടുതൽ പ്രതിരോധ ശേഷിയുള്ളതും തിളക്കമുള്ളതുമാക്കി മാറ്റാൻ എത്രമാത്രം നമ്മെ സഹായിക്കുന്നുവെന്ന് നാം പോലും അറിയുന്നില്ല. ഓരോ ബുദ്ധിമുട്ടുകളും നമ്മളെ ശക്തവാന്മാരാക്കാനും മാത്രമാണെന്ന് നാം വിശ്വസിക്കുക. ഓരോ ബുദ്ധിമുട്ടുകളിലെയും പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് നമ്മളും സ്വർണത്തെ പോലെ കൂടുതൽ ശുദ്ധവും ശക്തവുമായി തീരും. സ്വയം പുരോഗതിയുടെ കൂട്ടുപലിശയാണ് ശീലങ്ങൾ. കൂട്ടുപലിശയിലൂടെ പണം ഇരട്ടിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ശീലങ്ങളുടെ ഫലം ആവർത്തിക്കുന്നത്ര അത് കൂടുകയും ചെയ്യുന്നു. ശീലങ്ങളുടെ ആകെത്തുകയാണ് നമ്മുടെ ജീവിത പരാജയങ്ങൾ. നമ്മൾ ആവർത്തിച്ച് എന്താണോ ചെയ്യുന്നത് അത് നമ്മൾക്ക് ലഭിക്കും. വിജയം എന്നത് ഒരു ലക്ഷ്യമല്ല, അത് ഒരു യാത്രയാണ്. നിന്റെ കഠിനാധ്വാനത്തിന്റെ ഓരോ പടവുകളിലൂടെയും നിനക്ക് നിന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കും. ഈ പ്രയാണം നിനക്കുള്ളതാണ്. അതിൽ പോരാടി വിജയം നേടുക.